അത് പറഞ്ഞപ്പോഴാ ഈ ആംബുലൻസ് ഏത് വഴിയാ പോണേ? പാലക്കാട്, ഈറോഡ്, കോയമ്പത്തൂർ, സേലം, തെങ്കണിക്കോട്ട. ആ ബസ് കാരണം ഞാനും കൂടെ വന്നോട്ടെ. സുരമേ പാലക്കാടാണല്ലോ. പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുവരാൻ പോയിരിക്കായിരുന്നു. തിരിച്ചിങ്ങോട്ട് വരുമ്പോ ഒരു കാർ വിളിച്ചു വിട്ടോളും. ഒരു സൈഡ് എനിക്ക് ലാഭിക്കാലോ. പാലക്കാട് വരെ അല്ലേ? കുഴപ്പമൊന്നുമില്ല. സതി കൂടെ പോരെ അല്ലേ? മോനെ 50-100 ആയിക്കോടാ. ചേച്ചി ഒറ്റ മിനിറ്റ്. ഹലോ ജസ്റ്റ് ചേച്ചി പറഞ്ഞോ, ഇപ്പൊ കേക്കാം. അതെ, പഞ്ചായത്ത് ഓഫീസിൽ അപേക്ഷ എഴുതി കൊടുത്തല്ലോ അല്ലേ? ഞാൻ ദേ പഞ്ചായത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഇല്ല, വൈകില്ല. കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ശരിയാക്കാന്നേ. അപ്പം ശരി എന്നാ, ഓക്കെ. ജെസ്സി ചേച്ചിയാ. ഏത് ചേച്ചി? എടാ നമ്മുടെ ജീനോടമ്മ. മനസ്സിലായി. ചേച്ചി നമ്മുടെ വാർഡിലെ കുറച്ച് സ്ത്രീകളും ചേർന്ന് സർക്കാരിൻ്റെ കുടുംബശ്രീ പദ്ധതി വഴി ഒരു യൂണിറ്റ് തുടങ്ങി. ഈ നാടൻ നാരങ്ങാച്ചാറും മാങ്ങാച്ചാറൊക്കെ ഉണ്ടാക്കുന്നൊരു യൂണിറ്റ്. ആരംഭത്തിൽ 3 സ്ത്രീകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 10-20 സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട് അവിടെ. അത് വിജയിച്ചപ്പോൾ സർക്കാരിൻ്റെ തന്നെ സുഭിക്ഷ ഹോട്ടൽ കുടുംബശ്രീ പദ്ധതി വഴി തുടങ്ങാനുള്ള പരിപാടിയാണ്. നമ്മുടെ കവലയുടെ അവിടെ അതിൻ്റെ 1-2 പേപ്പറുകൾ ശരിയാക്കാണ്. എടാ, തുരുത്തിലേക്ക് പോണ വഴിയുടെ അറ്റത്തുള്ള ഒറ്റപ്പെട്ട വീട്. അത് തന്നെ അടുത്തേക്ക് പോണത്. ഇതിനൊക്കെ ഞാൻ തന്നെ കൊണ്ടേ കൊടുത്തനല്ലോടാ. കഴിഞ്ഞിട്ട് വിളി. എന്താ മെമ്പറെ പ്രശ്നം? അത് നമ്മുടെ ഓട്ടോ ഓടിക്കണ വിജീഷ. അവൻ ആ തങ്കച്ചേച്ചിയുടെ വീട്ടിൽ വാതിൽപ്പടി സേവനത്തിന്റെ ഭാഗമായിട്ട് മരുന്ന് കൊടുക്കാൻ പോയതാ. ഇപ്പോ തങ്കച്ചേച്ചി പോലുള്ള സാധുക്കൾക്കൊക്കെ സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കലെത്തല്ലേ. മുമ്പൊക്കെ വീട്ടിലെത്തുമ്പോഴേക്കും മനുഷ്യ കൂലിങ്ങി പണ്ടാറടങ്ങും. അതൊക്കെ പണ്ടല്ലേ സാറേ? പണ്ടാ സാറേ വീടെത്തി. സാറേ വീടെത്തി. വീടാ പഴയതുപോലെയൊന്നും അല്ല സാറേ. നമ്മുടെ റോഡൊക്കെ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അവിടത്തെ പോലെ റോഡിനപ്പുറയാക്കി 5ാമത്തെ മിനിറ്റിൽ സാർ ഉറങ്ങി. അപ്പൊ ഗുഡ് നൈറ്റ്.